അല്ല, കുറുവാ സംഘത്തിന് സമാനമായ ആളുകളെ ചോദ്യം ചെയ്യണമെങ്കിൽ അത് AKG സെന്ററിലും പാലക്കാടത്തെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലും പോകും. കേരളം കൊള്ളയടിക്കുന്ന ആളുകളെല്ലാം അവിടെ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. മനസ്സിലായില്ലേ? ഇതാണ് നടക്കുന്നത്. ഇത് നാണക്കേട് കൊണ്ട് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട സ്ഥിതിയിലാണ് മന്ത്രി രാജേഷ് പറയുന്നത്. അവരുടെ ആ ഗ്യാങ്ങിൽപ്പെട്ട ആ കുറുവാ സംഘത്തിൽപ്പെട്ട ഈ പാലക്കാട് ജില്ലാ സെക്രട്ടറി. അതുകൊണ്ടാണ് പാലക്കാട് ജില്ലയിലെ കുറുവാ സംഘത്തിന്റെ നേതാവാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം സ്വയമാണ് അദ്ദേഹത്തിന് അത് യോജിക്കുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ, വളരെ കൃത്യമായിട്ട്. ആർക്കത് അറിയാൻ പാടില്ലാത്തത്? കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്ക് അറിയാം, പാലക്കാട് ജനങ്ങൾക്ക് അറിയാം. അതല്ലേ അവർ ഈ കുറുവാ സംഘത്തിന് ശക്തമായ മറുപടി കൊടുത്തത്. ഒരു സംശയമൊക്കെയായിരുന്നു. പിന്നെ ഇപ്പൊ പാർട്ടി ഞങ്ങൾ പറഞ്ഞതെല്ലാം ശരിയല്ലേ. CPM ജീർണതയെ നേരിടുകയാണ്. ഇന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുടെ ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? കഴക്കൂട്ടത്തെ മംഗലപുരത്തെ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി BJP വിട്ടു. അതിനെക്കുറിച്ചുള്ള CPM ജില്ലാ സെക്രട്ടറിയുടെ കമന്റ്, അദ്ദേഹം ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ BJP ആയിട്ട് ബന്ധമുണ്ടെന്നാണ്. അപ്പൊ എനിക്ക് MV ഗോവിന്ദനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഇപ്പോ അറ്റ് പ്രസന്റ് നിലവിൽ എത്ര ജില്ലാ സെക്രട്ടറിമാർക്കും CPMന്റെ ഏരിയ സെക്രട്ടറിമാർക്കും BJP ആയിട്ട് ബന്ധമുണ്ടെന്ന് അങ്ങൊന്ന് വെളിപ്പെടുത്തിയാൽ നന്നായിരുന്നു. നമുക്ക് സൂക്ഷിച്ച് നടക്കാമല്ലോ. അല്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇതല്ലേ. കൂടുതൽ അവരുമായിട്ടായിരിക്കും അടുത്ത് നിൽക്കുന്നത്. പറഞ്ഞല്ലോ, അദ്ദേഹം പറഞ്ഞല്ലോ, CPM ജില്ലാ സെക്രട്ടറി മറുപടി പറഞ്ഞല്ലോ കറക്റ്റായിട്ട്. അദ്ദേഹം ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോൾ തന്നെ BJP ആയിട്ട് നല്ല ബന്ധം പുലർത്തിയിരുന്ന ആളാണെന്ന് പറഞ്ഞു. അതൊരു പൊതു സ്വഭാവമാണ് CPM നേതാക്കളുടെ. ഇപ്പോ ഏരിയ സെക്രട്ടറി ആയിരിക്കുമ്പോൾ BJP ബന്ധമുള്ള ആള് CPM വിട്ട കോൺഗ്രസിലേക്ക് എങ്ങനെ വന്ന് BJPയിലേക്കല്ലേ പോകുള്ളൂ? അല്ല, അത് ഇങ്ങനെയുള്ള ആളെല്ലാം നമുക്ക് വേണ്ട. അല്ല, ഇങ്ങനെയുള്ള ആളെല്ലാം നമുക്ക് വേണ്ട. അല്ല, CPMലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൊക്കെ കൊള്ളാവുന്ന കുറെ പേരുണ്ട്. എല്ലാ ദുഷ്ടന്മാരും കൊള്ളരുതാത്തവന്മാരാണെന്ന് ഞങ്ങൾ പറയില്ല. നല്ല ആ പാർട്ടിക്കാരൊക്കെ ഉണ്ട്. കമ്മ്യൂണിസം വരുമെന്നൊക്കെ വിചാരിച്ച് ഇവരുടെയൊക്കെ കൂടെ കൂടി അബദ്ധം പറ്റിയെന്ന് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് പാവങ്ങളുണ്ട്. അവരൊക്കെ കറങ്ങി തിരിഞ്ഞ് വരികയും ചെയ്യും. ഞങ്ങൾക്ക് അവരൊക്കെ വോട്ടും ചെയ്യാറുണ്ട്. ഇപ്പോൾ ഈ പാലക്കാടൊക്കെ ഇത്ര വോട്ട് കിട്ടിയത് അവരെ കൂടി വോട്ട് കിട്ടിയിട്ടുണ്ട്. വേണുഗോപാലും ഇവരും തമ്മിലുള്ള കൂടിക്കാഴ്ച കേവലം ഒരു കൂടിക്കാഴ്ച മാത്രമല്ല, അതിന് രാഷ്ട്രീയ മാനങ്ങളുണ്ട്. എന്താണ്? അല്ല, ഞാൻ അവര് തമ്മിൽ സൗഹൃദത്തിൽ കണ്ടുവെന്നാണ് ഞാൻ കരുതുന്നത്. അതിന്റെ അപ്പുറത്ത് എനിക്കറിയില്ല, അന്വേഷിക്കട്ടെ. ഞാൻ അദ്ദേഹമായിട്ട് ഞാനും അസാമാന്യമായ സൗഹൃദം ഞാനുമായിട്ടുള്ള അപൂർവം CPM ഈ ഭയങ്കര ആദരവായിരുന്നു. അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത്, ഞാൻ ഇന്നലെയും പറഞ്ഞു, മന്ത്രിയായിരുന്ന സമയത്ത് ഞാൻ എന്റെ നിയോജകമണ്ഡലത്തിൽ കൊണ്ടുപോയി ഏറ്റവും അവസാനത്തെ പരിപാടിയിൽ അദ്ദേഹം മന്ത്രിയായിരിക്കും പങ്കെടുത്തു. നീതിമാനായ മന്ത്രിയായിരുന്നു ഞാൻ പറഞ്ഞു. കാരണം ഒരു തുക വന്നു കഴിഞ്ഞാൽ 140 MLA-മാർക്ക് ഈക്വലായിട്ട് വീതം വെച്ചിരുന്ന നീതിമാനായ ഒരു മന്ത്രിയായിരുന്നു. ഇപ്പൊ പറയുന്നതല്ല, ഇപ്പൊ പറയുമ്പോ നിങ്ങൾ തെറ്റിദ്ധരിക്കും. വേറെ വല്ല കണ്ടിട്ടില്ല. ഞാൻ അദ്ദേഹം CPMലെ നേതാവായിരിക്കുമ്പോ പറഞ്ഞിട്ടുള്ള കാര്യം സത്യമാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കരുതി എന്തിനാണ് എഴുതാപ്പുറങ്ങളെ വായിക്കുന്നത്? അത് അദ്ദേഹം ഒരു പാർട്ടിയിൽ നിൽക്കല്ലേ, ആ പാർട്ടിയെ കുറിച്ച് അദ്ദേഹത്തിന് പരാതി ഉണ്ടെങ്കിൽ അദ്ദേഹമല്ലേ പറയണ്ടേ. ഞാനത് പറയണത് ശരിയല്ല. ആഭ്യന്തര കാര്യം കോൺഗ്രസിൽ നിൽക്കുന്ന ആളിനെ കുറിച്ച് CPM നേതാക്കന്മാർ പറയാൻ തുടങ്ങിയല്ലോ. വേണ്ട, നിൽക്കട്ടെ. ചെറിയ മര്യാദകളൊക്കെ നമ്മൾ കാണും. അല്ലല്ല, വിചാരണ ചെയ്യുന്ന വെച്ചാൽ സത്യം പറയുന്നവരാണ്. അവിടെ ഉള്ള വിഷയം എന്താ? അത് വഖഫ് ഭൂമിയല്ല. അവരെ കുടിയൊഴിപ്പിക്കാൻ പാടില്ല. അവർക്ക് പെർമനന്റ് ടൈറ്റിൽ കൊടുക്കും. കേരളത്തിലെ ക്രൈസ്തവ സംഘടനകൾ മുഴുവൻ ഉച്ച തീരുമാനം, കേരളത്തിലെ മുസ്ലിം സംഘടനകൾ മുഴുവൻ യോഗം ചേർന്ന് അവർക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. പിന്നെ ആരെ എതിര്? സർക്കാരും സർക്കാരിന്റെ കീഴിലുള്ള വഖഫ് ബോർഡ് പറയാണ് അത് വഖഫ് ഭൂമിയാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ കമ്മീഷനൊന്നും വെക്കാതെ മുഖ്യമന്ത്രിക്കും ഗവൺമെന്റിനും ഒരു തീരുമാനമെടുത്ത് വഖഫ് ഭൂമി അല്ല എന്നുള്ളൊരു തീരുമാനമെടുത്ത് ആ കേസ് കോടതിയിൽ അറിയിച്ച് ഇത് പിൻവലിക്കാം? 10 മിനിറ്റ് കൊണ്ട് തീരുമാനം എടുക്കൂല. എന്താണെന്നറിയാം? ഇവിടെ സംഘപരിവാർ ശക്തികൾ അതൊരു ക്രിസ്ത്യൻ മുസ്ലിം വിഷയമാക്കി ഭിന്നിപ്പ് വളർത്തിക്കൊണ്ടുവരികയാണ്. അതിന് കൊട പിടിച്ചു കൊടുക്കുകയാണ് പിണറായി വിജയൻ മുനമ്പം വിഷയത്തിൽ ചെയ്യുന്നത്. നീട്ടിക്കൊണ്ടുപോകും. നിങ്ങൾ നോക്കിക്കോ, തീർക്കില്ല. പറ്റുമെങ്കിൽ അടുത്ത ഇലക്ഷൻ വരെ തീർക്കാതെ പോകും. കാരണം ആ ഭിന്നിപ്പ് വളരുക, ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമാണ് സംഘപരിവാർ രാഷ്ട്രീയം. ക്രിസ്ത്യൻ മുസ്ലിം സമുദായങ്ങൾ തമ്മിലുള്ള, രണ്ട് മതങ്ങൾ തമ്മിലുള്ള ഭിന്നിപ്പാക്കി അവർ വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നു. മുഴുവൻ മുസ്ലിം സംഘടനകളും ക്രിസ്ത്യൻ സംഘടനകളും ആ കോസിന് വേണ്ടി പിന്തുണ കൊടുത്തിരിക്കുക. പ്രതിപക്ഷം മുഴുവൻ ഒരുമിച്ച് അവരെ കൂടെ നിൽക്കുക. ഇപ്പോ കർണാടകത്തിൽ ഇതേപോലെ വിഷയം ഉണ്ടായല്ലോ.
വഖഫ് ബോർഡ് കർഷകർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടല്ലോ, സിദ്ധരാമയ്യ. അദ്ദേഹം വഖഫ് ബോർഡിനോട് പറഞ്ഞു, കർഷകരുടെ ഭൂമി വഖഫ് ഭൂമി അല്ലാതെ കർഷകരുടെ ഭൂമി അതിരിച്ച് നോട്ടീസ് പിൻവലിക്കാൻ പറഞ്ഞു. പിൻവലിച്ചല്ലോ. കർണാടകത്തിലെ വഖഫ് ബോർഡ് ഈ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്ത വഖഫ് ബോർഡല്ലേ. എന്തുകൊണ്ടാണ് അവരത് ചെയ്യാത്തത്? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ഭിന്നിപ്പിന്റേതായ ഒരു നറേറ്റീവ് അത് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. സംഘപരിവാർ ശ്രമിക്കുമ്പോൾ നമുക്കൊരു വിഷമം ഉണ്ടാവില്ല, നമ്മൾ അത്ഭുതപ്പെടുകയില്ല. CPM ഇപ്പൊ അങ്ങനെയായി. ഇപ്പൊ നിങ്ങൾ പാലക്കാട് കണ്ടില്ലേ, ഏതിലേക്കാണ്? 2 മുസ്ലിം പത്രങ്ങളിൽ മാത്രം പരസ്യം കൊടുത്ത് ഭിന്നിപ്പുണ്ടാക്കാൻ നോക്കിയതാണ്. സംഘപരിവാറിനെ നാണിപ്പിച്ചു കളയുന്ന രീതിയാണ് CPM ഇപ്പോൾ കേരളത്തിൽ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴുവൻ ന്യൂനപക്ഷ പ്രീണനമായിരുന്നു. നിങ്ങളല്ലേ കേട്ടത് 35 ദിവസവും CAA അല്ലെ? CAA പറയും, മുത്തലാഖ് പറയും, ഗാസ പറയും, ഇസ്രായേലിനെതിരായിട്ട് പറയും. ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ല. ഇപ്പൊ മാറി. ഇപ്പൊ ഭൂരിപക്ഷ പ്രീണന. അതായത് 1987 EMS പറഞ്ഞത് അവരിങ്ങനെ തന്നെ പോട്ടെ. 87 അല്ല 2024 2025 2026 മനസ്സിലാവും. അപ്പൊ പഠിച്ചാൽ മതി. നേരത്തെ നമ്മളും പഠിപ്പിച്ചു കൊടുക്കണം.